നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗം വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഒരുപാട് പേര് കലാ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അധ്യാപക, രക്ഷകർത്ത അംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ യോഗം എന്താണെന്നും എന്താണ് ഈ സുപ്രധാന യോഗം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളിലും യുവാക്കളിലും ഒക്കെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്, അല്ലേ? ഈ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് മാത്രമല്ല, ഈ പിള്ളേർ ലഹരി ഉപയോഗിച്ച് വീട്ടുകാരെ അടക്കം അവരുടെ ജീവൻ നശിപ്പിക്കുന്ന, അല്ലെ, അവരെയൊക്കെ ആക്രമിച്ച് കൊല്ലുന്നൊരു സാഹചര്യം പോലും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, പലയിടത്തു നിന്നും പല രീതിയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കൊക്കെ ഈ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ആശങ്കയോടെ അല്ലാതെ ഈ വാർത്തകളൊന്നും നോക്കിക്കാണാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗം രാവിലെ 10 മണിക്കാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് നടക്കുക. വിഷയത്തിൽ സമഗ്രമായ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ യോഗത്തിൽ വിദ്യാർത്ഥി, യുവജന സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. അധ്യാപക, രക്ഷകർത്തൃ സംഘടനകളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ നിന്നൊരു കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അഞ്ജു ഉണ്ട് നമുക്കൊപ്പം. അഞ്ജുവിനോട് ചോദിക്കാം, എങ്ങനെയാണ്, എപ്പോഴാണ്, ആരൊക്കെ പങ്കെടുക്കും, എന്താണ് പ്രധാന അജണ്ട തുടങ്ങിയ കാര്യങ്ങൾ അഞ്ജു ജയപ്രകാശ് വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഈ നമ്മുടെ സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളിലും ലഹരി തന്നെയായിരുന്നു പ്രധാന വില്ലൻ. ഇത് സർക്കാരിനെ ചെറുതൊന്നുമല്ല ആശങ്കയിലാക്കിയത്, സർക്കാർ ചെറുതൊന്നുമല്ല മുൾമുനയിൽ നിന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ചെറുതായെങ്കിലും ഒരു തടയിടണമെങ്കിൽ വിശദമായ ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചേ മതിയാവുകയുള്ളൂ. അതിന് സമൂഹത്തിന് നാനാ തുറകളിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി വിളിച്ച യോഗമുണ്ട് 10 മണിക്ക്. അപ്പോൾ യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അഞ്ജു? യോഗം എപ്പോൾ, എങ്ങനെ, പ്രധാന അജണ്ടകൾ എന്തൊക്കെയാവും, പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാകും, പറയാം അഞ്ജു. ഗുഡ് മോർണിംഗ് സേതു. ഈ ലഹരിയുടെ വ്യാപനം വലിയ തരത്തിൽ സമൂഹത്തിൽ വലിയ തരത്തിൽ വ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്രമ സംഭവങ്ങൾ യുവാക്കളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുതിർന്നവരിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും നിരന്തരമായി നമുക്ക് മുമ്പിലേക്ക് ആ വാർത്തകൾ എത്തിപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലഹരി വ്യാപനം തടയുക, അതുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ ഇല്ലാതാക്കുക എന്നതുൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഒരു വിശാലമായിട്ടുള്ള യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ യോഗം ചേരുക. ഇതിനു മുമ്പ് ഈ മാസം തന്നെ 24-ാം തീയതി മറ്റൊരു യോഗം, ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എക്സൈസ് വകുപ്പ് മന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഒരു യോഗം നേരത്തെ നടന്നതാണ്. ഇനിയിപ്പോൾ സേതു സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും, അതായത് യുവജന സംഘടനകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും ആളുകളെ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ഒരു വിശാലമായിട്ടുള്ള യോഗം, അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ലഹരിയുടെ വ്യാപനം നമുക്കറിയാം, അതിന് നിരവധി പദ്ധതികൾ നേരത്തെ തന്നെ സർക്കാർ ഈ ലഹരി വ്യാപനവും അതിൻ്റെ ഇതൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് നടത്തുന്നുണ്ടെങ്കിലും അത് ഒന്നുകൂടി കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു മീറ്റിങ്ങിലൂടെ, ഈ ഒരു യോഗത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നത് ഏറെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നേരിടുന്നതാണ്. ചിലപ്പോൾ നമ്മൾ അതിൽ 1-2 കണ്ണികളെ മാത്രം പിടികൂടാൻ പറ്റുന്ന സാഹചര്യം, അതോടുകൂടി അതിൻ്റെ അന്വേഷണം നിലക്കുന്ന സാഹചര്യം ഒക്കെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇത് എല്ലാ തലങ്ങളിലും, സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും എത്തപ്പെടുന്നത് എങ്ങനെയെന്ന്, അതിൻ്റെ ഉറവിടം എങ്ങനെയെന്ന് ഇതൊക്കെ കൃത്യമായി ചർച്ച ചെയ്ത് കാര്യക്ഷമമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക. അതിലൂടെ ഈ ലഹരിയുടെ ഉപയോഗം, അതിൻ്റെ വ്യാപനം, അത് വിദ്യാർത്ഥികളിലേക്ക്, തലമുറകളിലേക്ക് എത്തിപ്പെടുന്നത് തടയിടുക എന്നതൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. എന്തായാലും യോഗം 10 മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ അഞ്ജു, ശരി. ഇപ്പം അഞ്ജു പറഞ്ഞ നേരത്തെ ഒരു കാര്യം, അത് ഈ ഭയങ്കര കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരും, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ പലപ്പോഴും ഈ പോലീസ് അന്വേഷണമാവട്ടെ അല്ലെങ്കിൽ മറ്റ് അന്വേഷണങ്ങളാവട്ടെ, ഇതൊക്കെ ഈ ക്യാരിയേഴ്സിൽ മാത്രം നിന്ന് പോകുന്ന ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ ക്യാരിയേഴ്സിലേക്കല്ല, ആ സോഴ്സിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, അല്ലേ? ഈ നമ്മൾ ഈ പറയുന്നത് പോലെ അടിവേരർത്താൽ മാത്രമേ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിലേക്കെത്താൻ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും സാധിക്കാറില്ല നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു നടപടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം. അങ്ങനെ പോയിട്ടേ കാര്യവുമുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മ പരിപാടികളും ഒക്കെ ആവും ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക.